100% ഉണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അത് എഡിറ്റഡ് വീഡിയോ ആണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആവശ്യമുള്ള വേർഷൻ മാത്രമാണ് അതിനകത്തുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം പോറ്റിക്കൊപ്പമുള്ള AI ചിത്രം പ്രചരിപ്പിച്ചു എന്നുള്ള കേസിൽ അതിലൊരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് N. സുബ്രഹ്മണ്യൻ ഇപ്പോൾ DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് സൗഹാർദ്ദപരമായിരുന്നു. ഇന്ന് വളരെ സൗഹാർദ്ദപരമായിരുന്നു. അത് അവർ ചോദിച്ചറിഞ്ഞത് അല്ല, അവരെ എല്ലാ ചോദ്യങ്ങളും എന്നാണ് അപ്ലോഡ് ചെയ്തത്, എവിടെ നിന്നാണ് കിട്ടിയത്, എപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്, എപ്പോഴാണ് അതിലൊരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തത്, അതിൻ്റെ എല്ലാ വിശദമായ വിവരങ്ങളും പോലീസിന് നൽകിയിട്ടുണ്ട്. 23-ാം തീയതിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു പടം കാണുന്നത്. ആ പടം കാണുമ്പം എൻ്റെ എഡിറ്റർ ഇങ്ങനൊരു പടം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് പടം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു പടം ഉണ്ട്, മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഇങ്ങനെ ഏതാനും പടങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അത് പ്രചരിക്കുന്നുണ്ട്, നമ്മളിത് ഫേസ്ബുക്കിൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കാൻ പറഞ്ഞു. 24-ാം തീയതി അർദ്ധരാത്രിക്കാണ് ഈ പടം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഞാൻ ദുബായ് എൻ്റെ മകനും മകളും ദുബായിലുള്ളതുകൊണ്ട് അവരെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ദുബായിക്ക് പോകുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ കൺവെർസേഷൻ നടക്കുന്നത്. ദുബായിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് നോക്കുന്നത്. അപ്പം അതിലൊരു ചിത്രം എനിക്കൊരു തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, മറ്റതൊക്കെ പോസ്റ്റ് ചെയ്യാനും പറഞ്ഞു. അങ്ങനെയാണ്. അതിലൊരു അസ്വാഭാവികത അന്നേരം തോന്നിയിരുന്നോ? സ്വാഭാവികതല്ല. അപ്പോൾ എനിക്കെന്തോ അന്നേരം അങ്ങനെ അത് വേണ്ടതില്ല, മറ്റത് മതി എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ല, ഈ ചിത്രങ്ങളൊക്കെ ഒരേ ഫോൾഡറിൽ നിന്ന് കിട്ടിയാണ്. ഈ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സഹായി അത് ഗൂഗിൾ വഴിയും ChatGPT വഴിയും പരിശോധിച്ചിട്ടുണ്ട്. AI നിർമ്മിത ചിത്രമാണോ? അതിൻ്റെ റിസൾട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും AI നിർമ്മിത ചിത്രമല്ല. അതൊക്കെ ഇപ്പോഴും ഈ സെക്കൻഡിലും കേരളത്തിലെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്ത ചിത്രം ഉൾപ്പെടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും കേസില്ലല്ലോ. താങ്കളെയും എഡിറ്ററെയും ഒരുമിച്ചിരുത്തി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് രണ്ടുപേരിൽ നിന്ന് ചോദിച്ചത്? ഈ പറഞ്ഞത് കൃത്യത ഉണ്ടോ എന്ന് നോക്കാനാണ് അവർ പരിശോധിച്ചത്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ അത് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സംസാരിച്ചു. ഞാൻ 23-ാം തീയതിയാണ് ഇത് അദ്ദേഹത്തോട് പറയുന്നത്. 24-ാം തീയതി മാത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇടവേളകളിൽ ഞങ്ങളാരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അതില്ലാന്ന് പോലീസിന് ബോധ്യം വന്നു. അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം 25-ാം തീയതി രാവിലെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അത് പോലീസ് പരിശോധിച്ചു. അത് അവർക്ക് ബോധ്യം വന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അവർ നോക്കിയിട്ടുള്ളൂ. ബാക്കി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആൾ അതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിലും ടെക്നിക്കലായ എല്ലാ കാര്യങ്ങളും പോലീസിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ ഫോൺ അന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഫോൺ തിരിച്ചു തരാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? 2 ദിവസത്തിനകത്ത് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫോൺ പരിശോധിച്ചു. എൻ്റെ ഫോണിൽ ശരിക്കും AI ടൂളുണ്ട്, ChatGPT ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി ഉണ്ട്. അങ്ങനെ AI ടൂളുകളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നും പോലീസിന് മനസ്സിലായി. ആ ഫോൺ പരിശോധിച്ചു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നത് അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അത് കിട്ടിയ ഉടനെ തരാമെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. സഹായിയുടെ ഫോണിൽ AI ടൂളേ ഇല്ല. അദ്ദേഹം ചെയ്തത് സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് ഈ സാധനം കോപ്പി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സേവ് ചെയ്ത് എന്നിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ക്രോപ്പ് ചെയ്യും. സാധാരണ നമുക്കറിയാലോ, ഒരു ഫേസ്ബുക്കിലൊക്കെ നമുക്കൊരു പോസ്റ്റ് കണ്ടാൽ, ഒരു പടം കണ്ടാൽ, അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ടാൽ നമ്മളെന്താ ചെയ്യുക, അത് ആദ്യം കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത് ക്രോപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലും ആവശ്യമുള്ള രീതിയിലേക്ക് അത് ക്രോപ്പ് ചെയ്യും. ക്രോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അത് അവർക്ക് ബോധ്യപ്പെട്ടു, അവർ പരിശോധിച്ചതാണ്. ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ യഥാർത്ഥത്തിലുള്ള ഫോട്ടോ തന്നെയാണ് എന്നുള്ള ബോധ്യം ഇപ്പോഴും ഉണ്ട്? 100% ഉണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അത് എഡിറ്റഡ് വീഡിയോ ആണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആവശ്യമുള്ള വേർഷൻ മാത്രമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളും PRDക്കാർ കവർ ചെയ്യും ഉണ്ടല്ലോ. മുഖ്യമന്ത്രി വന്നിറങ്ങുന്നത്, സംസാരിക്കുന്നത്, സ്വാഗതം പറയുന്നത്, അല്ല അധ്യക്ഷനുണ്ടായത്, താക്കോൽ കൊടുക്കുന്നത്, നന്ദി പറയുന്നത്, ഇത്തരം ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും അതിനകത്ത് കാണുന്നില്ല. മുഖ്യമന്ത്രി വന്ന് താക്കോൽ കൊടുക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണ വീഡിയോ എടുക്കട്ടെ. ആ പൂർണ്ണ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. ഞാൻ പുറത്ത് വിട്ട സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, നമുക്ക് ബോധ്യം വരും. ഞാനതൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇതേ സാധനം പോസ്റ്റ് ചെയ്ത് നമ്മളെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല. കേസെടുക്കുന്ന ഗവൺമെൻറ് ധൈര്യമുണ്ടോ? ഇന്നും സോഷ്യൽ മീഡിയകളിൽ 100 കണക്കിന് പേജുകളിൽ ഈ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അവർക്കെതിരെ കേസെടുക്കാത്തത്? അപ്പോൾ പോലീസ് സർക്കാരിൻ്റെ ഗുണ്ടാപ്പണി ചെയ്യുകയാണ്. ഇപ്പം
ഉന്നതരായ ആളുകൾ നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കേസെടുക്കുന്നു. ബെയിലബിളായ ജാമ്യത്തിനുള്ള കേസിൽ FIRൽ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു, അത് ചോദ്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അത് കേരളത്തിലെ പോലീസിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. സ്വർണ്ണക്കൊള്ള ഇതുകൊണ്ടൊന്നും മറയ്ക്കാൻ സാധ്യമല്ല. സ്വർണ്ണക്കൊള്ളക്കെതിരായി അതിശക്തമായി കേരളത്തിലെ UDFും കോൺഗ്രസും പ്രതികരിക്കും. അതിന് മുന്നണി പോരാളികളായി ഞങ്ങളൊക്കെ ഉണ്ടാകും. ഇതുകൊണ്ടൊന്നും അത് മറയ്ക്കാൻ സാധ്യമല്ല. അത് മറയ്ക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന ഒരു കേസിൽ വീട് വളഞ്ഞ് താങ്കളെ കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സാഹചര്യത്തിനെതിരെ താങ്കൾ നിയമപരമായി നീങ്ങാൻ സാധ്യത? ഞാൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ബന്ധപ്പെട്ട വക്കീൽമാരെ കാണും. അതിന് നിയമപരമായി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പരിശോധിച്ച് നിയമപരമായി പോകും. മറ്റൊരു കാര്യം കൂടി ചെയ്യും. PRDയിൽ നിന്ന് ഈ വീഡിയോ കിട്ടാനുള്ള ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കും. അത് കിട്ടുമെന്ന് പരിശോധിക്കുക. അത് കിട്ടിയാൽ അതിനകത്തുണ്ടാവും ഈ പറഞ്ഞ സാധനങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടോ താങ്കൾക്ക്? അങ്ങനെയല്ല, ഞാനത് ജാഗ്രത പുലർത്തിയിട്ടുണ്ടല്ലോ. എൻ്റെ സഹായി ഈ ഫോട്ടോ ആദ്യം ഗൂഗിൾ വഴി ഇത് AI ചിത്രമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ChatGPT വഴി ഇപ്പോൾ നമ്മളെങ്ങനെയാണ് അത് പരിശോധിക്കുക? ഒരു ഫോട്ടോ ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കുക എങ്ങനെയാണ്? പുതിയ കാലത്ത് ഗൂഗിളിലാണ് പരിശോധിക്കുക, അല്ലേ? ഗൂഗിളിനോട് ചോദിക്കും ഇത് ശരിയാണോ. ആ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിൽ, ഞാൻ ഇപ്പം കാണിച്ചുതരാം, എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ChatGPTയോട് ചോദിക്കും. ChatGPTയും പറഞ്ഞു, ഗൂഗിളും പറഞ്ഞത് എന്നോട് ഇത് അങ്ങനെ ക്രിയേറ്റ് അല്ല, AI ക്രിയേറ്റഡ് ആയിട്ടുള്ള പടമല്ല എന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നമ്മളത് പോസ്റ്റ് ചെയ്യൂലല്ലോ. യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള ഉത്തമ വിശ്വാസം തന്നെയാണ്. 100% യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് പോസ്റ്റ് ചെയ്തത് 100% വിശ്വസിക്കുകയാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ, പരിശോധിക്കട്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം, അതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഈ പടങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈ സെക്കൻഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെന്താ സൊമോട്ടോ കേസില്ലാത്തത്? ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. 100%. ഇതിനെതിരെ അങ്ങേയറ്റം ഏത് തലത്തിൽ വേണമെങ്കിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. BJP CPM കൂട്ടുകെട്ട് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിനെതിരായി സർക്കാർ അനങ്ങാതിരിക്കുന്നത്. അനങ്ങാപ്പാറ നയമാണ് സർക്കാരിന്. ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണിത്. ഇപ്പോൾ BJP ഇതിനെതിരായി സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ട് വലിയ പരാതിയും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ മുഖം രക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാട്ടാൻ ഞങ്ങൾ മുന്നോട്ട് വരും. നമ്മൾ ഒരു പ്രാഥമികമായ ഇത് എന്താണ്? നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മളെ പഴയ ആളുകളൊക്കെ പോരാടിയത് എന്തിനാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് പറയാനുള്ളതിന് വേണ്ടിയാണ്. നമുക്ക് എന്തും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. ആ വിമർശിക്കാനുള്ള അധികാരം, നമുക്ക് പറയാനുള്ള അധികാരം, തെറ്റ് ചൂണ്ടിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. അതിൻ്റെ പേരിൽ ജയിലിൽ അടച്ചാൽ നമ്മൾ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഏതായാലും ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫോട്ടോകൾ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പ്രസിദ്ധീകരിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ AI ടൂൾ ഉപയോഗിച്ചൊന്നും താൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഏതായാലും പോലീസിനും ഇക്കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് N. സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ N. സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുകയും ചെയ്തത്. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.